PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനപക്ഷം സെക്യുലർ NDAയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയാണ് പ്രഖ്യാപനം നടത്തിയത്. NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് PC ജോർജും പറഞ്ഞു. ഇന്നു മുതൽ ജനപക്ഷം ഘടകകക്ഷിയാണെന്നും ജനപക്ഷത്തിന്റെ വരവ് പത്തനംതിട്ടയിലടക്കം ഗുണകരമാവുമെന്നും കെ സുരേന്ദ്രന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. അനീതിക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തി നിൽക്കുന്ന PC ജോർജ് അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽപ്പെട്ട ഈ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടയാളാണ്. അവിടെ നിന്നുള്ള ഒരു മണ്ഡലത്തിലെ MLA ആണ്. അദ്ദേഹം വന്നതോടുകൂടി NDA സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ്റെ വിജയം 100% സുനിശ്ചിതമായ സാഹചര്യമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രബല ശക്തിയായി ധാരാളം സീറ്റുകൾ നേടത്തക്ക സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് പ്രധാനമായും ജനപക്ഷം എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ജനമനസ്സുകളിൽ ഏത് പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടായാലും ഏറ്റവും ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും അതുപോലെ കാലികമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും കൊണ്ട് ഏറ്റവും ഉന്നതസ്ഥാനീയനായ നേതാവാണ് ശ്രീ PC ജോർജ് MLA. അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ NDAയുടെ ഭാഗമായി മാറുന്നു. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ സത്യകുമാർജി തന്നെ ഡൽഹിയിൽ നിന്നും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കക്ഷി ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ച് കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനം നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാ സംഘത്തിൽ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ അർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സുരേന്ദ്രന്റെ വിജയത്തിനായി പ്രയത്നിക്കുമെന്നും തിരുവനന്തപുരത്ത് ജനപക്ഷത്തിന്റെ വോട്ടായിരിക്കും കുമ്മനം രാജശേഖരന്റെ ഭൂരിപക്ഷമാവുകയെന്നും PC ജോർജും പറഞ്ഞു. PC ജോർജും PS ശ്രീധരൻപിള്ളയും പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. UDF പ്രവേശനം മുടങ്ങിയതിന് പിന്നാലെയാണ് PC ജോർജ് NDAയിൽ എത്തുന്നത്. ഒരു മുന്നണിയുടെയും ഭാഗമാകില്ലെന്ന് കഴിഞ്ഞ ആഴ്ചയും പ്രഖ്യാപിച്ചതിനൊടുവിലാണ് ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ വീണ്ടും ജോർജ് നിലപാട് മാറ്റിയത്. 100% എഴുതിയിട്ടോളൂ. മിനിമം 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേന്ദ്രൻ ഇവിടെ MP ആയി പാർലമെന്റിൽ പോകും. യാതൊരു സംശയവും വേണ്ട. ഞാൻ ഇന്നും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജോസുമായി സംസാരിച്ചു. തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിട്ട് സംസാരിച്ചപ്പോൾ 100% വിജയം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് എന്നോട് ഇന്നും പറഞ്ഞത്. ഈ 4 സീറ്റിന്റെ കാര്യത്തിൽ വിജയിക്കും എന്ന വാക്കാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി മോശമെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായും മറ്റു നിയോജക മണ്ഡലത്തിലും എനിക്ക് എൻ്റെ പാർട്ടിക്കും കൂടുതൽ വോട്ടുകൾ സംഭരിക്കാൻ കഴിയുന്നത് വെച്ചാണ് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്. ബാക്കിയുള്ള നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങളാൽ കഴിവത് ആത്മാർത്ഥമായ പരിശ്രമം നടത്തുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി മോദിജിയും അതുപോലെ NDA നേതൃത്വത്തിനും NDAയുടെ വളരെ സന്തോഷത്തോട് ഞങ്ങളെ സ്വീകരിച്ച NDAയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള കേരള നേതൃത്വത്തോടും ഞങ്ങൾ കേരളത്തിലെ ജനപക്ഷ പ്രവർത്തകരുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. BJP അഖിലേന്ത്യാ സെക്രട്ടറി Y സത്യകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ജനപക്ഷത്തിന്റെ NDAയിലേക്കുള്ള പ്രവേശന പ്രഖ്യാപനം നടന്നത്. മീഡിയ 1 പത്തനംതിട്ട.